नाखून क्यों बढ़ते हैं സാരാംശ് ലിഖിയേ. പുരാനേ സമാനേ മേ പഴയ കാലഘട്ടത്തിൽ ജബ് മനുഷ്യ ജംഗലീത്ത മനുഷ്യർ കാട്ടുവാസികളായിരുന്നു, കാട്ടിൽ വസിക്കുന്നവരായിരുന്നു. തബ് ഉസ്കി ജീവൻ രക്ഷാക്കേലിയെ അപ്പോൾ അവർ തങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടി നാഖൂൻ ബഹുത്ത് സെരൂരീത്തെ നഖം വളരെ ആവശ്യമായിരുന്നു. അസൽ മേ വഹി ഉസ്കെ അസ്ത്രത്തെ യഥാർത്ഥത്തിൽ അതായിരുന്നു, നഖമായിരുന്നു അവരുടെ അസ്ത്രങ്ങൾ, ആയുധങ്ങൾ. ഫിർ ധീരെ ധീരെ മനുഷ്യ എന്നാൽ പിന്നീട് പതുക്കെ മനുഷ്യൻ അപ്പനെ അംഗ് സേ ബാഹർ കി വസ്തുവോങ്കോ സഹാര ലേനെ ലഗ തങ്ങളുടെ അവയവങ്ങൾ മാറ്റി പുറമേയുള്ള വസ്തുക്കളെ ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങി, അതിൻ്റെ സഹായം തേടി. പത്തർക്കെ ഡേലെ കല്ലിൻ്റെ ചീളുകളും അവർ പേടിക്കി ഡാലെ വൃക്ഷങ്ങളുടെ ശാഖകളും കാമേം ലാനേലക അവർ ആയുധങ്ങളാക്കാൻ തുടങ്ങി. രാമചന്ദ്രജിക്ക് ബാനരി സേനാക്കെ പാസ് ഐസി ഹി അസ്ത്രത്തെ ശ്രീരാമചന്ദ്രൻ്റെ വാനരസേനയിൽ ഇതേപോലെയുള്ള അസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ആകെ ചൽക്കർ പിന്നീട് മനുഷ്യൻ ഹഡിയോങ്കോ ഹദിയാർ ബനായെ എല്ലുകളെ ഹദിയാർ ബനായെ ആയുധങ്ങളാക്കി. ഇന്ദ്രിക്ക ഭജ് ദദീജി മുനിക്ക് ഹഡിയാം സേ ബനാത്ത ഇന്ദ്രൻ്റെ വജ്രായുധം ദദീജി മുനിയുടെ എല്ലുകൾ കൊണ്ടുണ്ടാക്കിയതായിരുന്നു. മനുഷ്യ ഔർ ആകെ ബടെ മനുഷ്യൻ വീണ്ടും മുന്നേറി. ഉസ്നെ ധാതു കെ ഹദിയാരെ പായെ മനുഷ്യൻ ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങൾ കണ്ടുപിടിച്ചു. ജിൻകെ പാസ് ലോകേക്കെ ശസ്ത്ര ഔർ അസ്ത്രത്തെ ലോഹങ്ങൾ കൊണ്ടുള്ള ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ഉള്ളവർ വേ വിജയി ഹുയെ അവർ വിജയികളായി തീർന്നു. നഗതർ മനുഷ്യ നഖം ആയുധമാക്കി ഉപയോഗിച്ച മനുഷ്യൻ അബ് ആറ്റം ബോംബ് ഭർ ഭരോസ കർക്കെ ഇപ്പോൾ ആറ്റം ബോംബിൽ വിശ്വാസമർപ്പിച്ച് ആഗേക്ക് ഓർ ചൽ പടാഹെ മുന്നോട്ട് പോകുകയാണ്. പ്രാചീന ഏവം ആധുനിക മനുഷ്യമേ പ്രാചീനം കൂടാതെ ആധുനിക മനുഷ്യർ ബച്ചോങ്കോ നാക്കൂൺ ഇന്ന കാട്ടിനെ കേളിയെ ഡാണ്ടുത്താഹെ കുട്ടികൾ നഖം വെട്ടിയില്ല എങ്കിൽ ശകാരിക്കും. പ്രാചീന കാലത്തെ ലോകം എന്നാൽ പ്രാചീന കാലത്തിലെ ആൾക്കാർ അപ്പനെ ബച്ചോങ്കോ നാക്കൂൺ നഷ്ട കർണേ പർ ഡാണ്ടുത്താ രഹാ ഹോഗ തങ്ങളുടെ കുട്ടികൾ അവരുടെ നഖങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അവരെ ശകാരിക്കുമായിരുന്നു. മനുഷ്യ അബു നാക്കൂൺ ഗോ നഹീം മനുഷ്യനിപ്പോൾ നഖങ്ങൾ കൊണ്ടല്ല മനുഷ്യ അബു നാക്കൂൺ ഗോ നഹീം ചാകുത്ത മനുഷ്യനിപ്പോൾ നഖങ്ങളെ ആഗ്രഹിക്കുന്നില്ല. നാക്കൂൺ മനുഷ്യക്ക് പശുതാക്കാ പ്രതീകേ നഖങ്ങൾ മനുഷ്യൻ്റെ മൃഗീയതയുടെ പ്രതീകമാണ്. കുറച്ച് ഹസാർ സാൽ പഹലെ കുറേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ നാക്കൂൺകോ മനുഷ്യൻ നഖങ്ങളെ സുകുമാർ വിനോദോ കേലിയ ഉപയോഗമേ ലാന ശുരൂക്കിയ സുകുമാര വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. വാത്സായൻ കെ കാമസൂത്ര സേ പതാ ചൽത്താ ഹേക്ക് വാത്സായൻ്റെ കാമസൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആജ് സേ 2000 വർഷ പെഹലെ ഇന്നത്തതിൽ നിന്ന് 2000 വർഷം മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പഹലേക്ക ഭാരതവാസി മുമ്പുള്ള ഭാരതീയർ നാക്കൂൺകോ നഖങ്ങളെ ജന്മസേ സംവാർത്താത്ത ജന്മം മുതലേ വളർത്തിയിരുന്നു. ഉൻകെ കാട്ടിനെ കി കല കാഫി മനോരഞ്ജക ഔർ ബധായി ഗയി ഹെ അത് വെട്ടുന്ന കല വളരെ മനോരഞ്ജകം മാനസിക ഉല്ലാസം നൽകുന്നതായി പറയപ്പെടുന്നു. ത്രികോണ് വർത്തുലാകാറ് ചന്ദ്രാകാറ് ദന്തുള് ആദി വിവിധ ആകൃതിയോം കെ ഈ പറഞ്ഞ എല്ലാ ആകൃതികളിലും നാക്കൂൺ നഖങ്ങൾ ദിനോ ആ കാലത്ത് വിലാസി നാഗരികോംകോ പരിഷ്കാരികളായ പൗരന്മാർ ഇന്ന ജാനെ കിസ് കാമയായ കർത്തേത്തെ ഈ രീതിയിലെല്ലാം വെട്ടി ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഗൗഡദേശിക്കെ ലോക് ഗൗഡദേശത്തെ ആൾക്കാർ ദിനോ ആ കാലത്ത്
ബഡേ ബഡേ നഖോങ്കെ പസന്ത് കർത്തേത്തെ, വലിയ വലിയ നഖങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു അവർ. ദക്ഷിണാത്യ ലോക്, എന്നാൽ തെക്കുള്ള ആൾക്കാർ ചോട്ടെ നഖോങ്കി രുചി, അവർക്ക് താല്പര്യം ചെറിയ നഖങ്ങളെയായിരുന്നു. ദേശ അവർ കാൽക്കെ അനുസാർ, ദേശത്തിനും കാലത്തിനും അനുസരിച്ച് നാക്കൂൺ പൽത്തേഹെ, നഖങ്ങൾ വളർന്നു, അല്ലെങ്കിൽ പശുത പൽത്തേഹെ, മൃഗീയത വളർന്നു. നാക്കൂൺ കാ ബെഡിന മനുഷ്യക്ക സഹജ വൃത്തിഹെ, നഖങ്ങൾ വളരുക എന്നുള്ളത് മനുഷ്യന് സ്വാഭാവികമാണ്. നാക്കൂൺ കാ ബെഡിന ഉസ്കെ പശുത്വ കാ പ്രമാൺ ഹെ, നഖങ്ങൾ വളരുന്നത് അവരുടെ മൃഗീയതയുടെ തെളിവാണ്. കാട്ടിനേക്ക് ജോ പ്രവൃത്തി ഹെ, അത് വെട്ടുന്ന പ്രവൃത്തി. യഹ് ഉസ്കി മനുഷ്യതാക്കി നിശാനി, അത് അവരുടെ മനുഷ്യത്വത്തിൻ്റെ അടയാളമാണ്. അവർ യദ്യപി പശുത്വക്കെ ചിഹ്ന് ഉസ്കെ ഭീതർ രഹുകയെ, എങ്കിലും മൃഗീയതയുടെ ചിഹ്നം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പർ വഹ് പശുത്വക്കോ ചോട് ചുകാഹെ, ആ പശുത്വത്തെ മൃഗീയതയെ ഉപേക്ഷിച്ചു കളഞ്ഞു. പശു ബൻകർ യഹ് ആകെ നിഹീം ബഡ് സക്ത, മൃഗമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഉസേ കോയി അവർ രാസ്ത കോജിന ചാഹി, അതുകൊണ്ട് മറ്റൊരു വഴി അന്വേഷിക്കേണ്ടതുണ്ട്. മനുഷ്യ അവർ പശുതാക്കെ ബാരേമേം ലേഖക സോച്ചത്തെ ഹേക്കി, മനുഷ്യത അവർ പശുതാക്കെ ബാരേമേ, മനുഷ്യത്വത്തെപ്പറ്റിയും മൃഗീയതയെപ്പറ്റിയും ലേഖക സോച്ചത്തെ ഹേക്കി, ലേഖകൻ ചിന്തിക്കുകയാണ്. കിസ് അവർ ബെടുത്താഹെ, എന്താണ് വർദ്ധിക്കുന്നത്, മനുഷ്യത്വമാണോ പശുതയാണോ മൃഗീയതയാണോ? മനുഷ്യ പശുതാക്കിയോർ യാ മനുഷ്യതാക്കിയോർ, മനുഷ്യൻ മൃഗീയതയിലേക്കാണോ അതോ മനുഷ്യത്വത്തിലേക്കാണോ? ശാസ്ത്ര ബെഡിനെ അവർ യാ അസ്ത്ര കാട്ടിനെ കീയോർ, ശാസ്ത്രം വളരുന്നതോടെ ആയുധങ്ങൾ ഇല്ലാതാകുന്നു. അസ്ത്ര കാട്ടിന്, പണ്ടുപയോഗിച്ച അസ്ത്രങ്ങൾ, ആയുധങ്ങൾ ഇല്ലാതാകുന്നു. നാക്കൂൺക ബെഡിന ഹമാരി പശുതാക്കി നിശാനീഹെ, നഖങ്ങൾ വളരുന്നത് നമ്മുടെ മൃഗീയതയുടെ അടയാളമാണ്. ഹമാരി പരമ്പര മഹിമാമയി, നമ്മുടെ പരമ്പര മഹത്വമുള്ളതും ഉത്തരാധികാർ പിന്തുടർച്ചയുള്ളതും വിപുലവും അവർ സംസ്കാർ ഉജ്ജൽ ഹെ, സംസ്കാരം ഉജ്ജ്വലവുമാണ്. ഇസ് ദേശമേം ജാതിയാം അനേകായി, ഈ രാജ്യത്ത് അനേകം ആൾക്കാർ വന്നിട്ടുണ്ട്, അനേകം ദേശത്തുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാർ വന്നിട്ടുണ്ട്. ലഡ്ത്തി ജഗഡ്ത്തി ഭീരിഹി ഹേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയും പോരാടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഫിർ പ്രേമപൂർവ്വ ബസ്ബി ഗെയ്ഹെ, എന്നിട്ടും സ്നേഹപൂർവമാണ് ഇവിടെ വസിച്ചത്. സഭ്യതാക്കി നാനാ സീട്ടിയോംബർ കടീരേക്കർ, സംസ്കാരത്തിൻ്റെ എല്ലാ പടികളും കയറിക്കൊണ്ട് ചാരോം ഓർ മുഖക്കർക്ക്, ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ട് ചൽനെ വാലി ഇൻ ജാതിയോങ്കിലെ, പോയ ഈ ജാതികൾ സാമാന്യ ധർമ്മ കോജ് നികാൽന കോയി സഹജ ബാത്ത് നഹീന്തി, സാധാരണ ധർമ്മം കണ്ടുപിടിക്കുക എന്നുള്ളത് സാധാരണ കാര്യം അല്ലായിരുന്നു. മനുഷ്യക്ക് അന്തർ ജോ മനുഷ്യത്വ ഹേ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വം, ഉസ്മേ സംയമ ഹേ, അതിന് ഒരു മോഡറേറ്റ് ഉണ്ട്. ദൂസരേക്ക് സുഖദുഃഖക്ക് പതി, മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളോടുള്ള സംവേദനാഹേ, സംവേദനയുണ്ട്, സിമ്പതിയുണ്ട്. ശ്രദ്ധാഹേ, ശ്രദ്ധയുണ്ട്, ആദരവുണ്ട്. തപഹേ, തപുണ്ട്. ത്യാഗഹേ, ത്യാഗമുണ്ട്. മനുഷ്യക്ക് സ്വയം കെ ഉദ്ഭാവിത ബന്ധൻ ഹേ, മനുഷ്യൻ സ്വയം ഉണ്ടാക്കിയെടുത്ത ബന്ധനം. ഇസലിയെ മനുഷ്യ ജഗടേക്കോ അപ്പന ആദർ സ്നേഹി മാൻത, ഇതുകൊണ്ട് മനുഷ്യൻ ജഗടേക്കോ വഴക്കിടുക എന്നുള്ളത് അപ്പന ആദർ സ്നേഹി മാൻത, തങ്ങളുടെ ആദർശമായി കരുതുന്നില്ല. ഗുസേമേ ആക്കർ ചട് ദൗഡത്തെ വാലെ അവിവേകി, ദേഷ്യം വന്ന് പെട്ടെന്ന് ഓടുന്ന അവിവേകിക്കോ ബുരാ സമച്ചിത്തഹെ, നമ്മൾ മോശമായിട്ടേ കരുതൂ. അവർ വചൻ മൺ അവർ ശരീർ സേ കിയേ ഗയെ അസത്യ ആചരൺ ഗോ ഗലത്ത് ആചരൺ മാൻതാഹെ, നമ്മുടെ വാക്കുകളാലോ മനസ്സാലോ ശരീരത്താലോ ചെയ്യുന്ന അസത്യമായ പെരുമാറ്റത്തെ ഗലത്ത് ആചരൺ മാൻതാഹെ, തെറ്റായ പെരുമാറ്റമായി കരുതുന്നു. യഹ് കിസി
യഹ് കിസി കാസ് ജാതി യാ വർണ്ണ യാ സമുദായിക്ക ധർമ്മ ഇതൊരു പ്രത്യേക ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ധർമ്മമല്ല. ഇത് മനുഷ്യക്കാ ധർമ്മ ഇത് മനുഷ്യൻ്റെ ധർമ്മമാണ്. മനുഷ്യക്ക് മനുഷ്യത യഹി ഹേ കി വഗ് സബ്കെ സുഖ ദുഃഖക്കോ സഹാനുഭൂതിക്ക് സാത്ത് ദേഖ്താ ഹെ. മനുഷ്യൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വമാണ് എല്ലാവരുടെയും സുഖത്തെയും ദുഃഖത്തെയും സഹാനുഭൂതിയോടെ കാണുന്നത്. യഹ് ആത്മനിർമ്മിത ബന്ധൻ ഹി ഇത് ആത്മനിർമ്മിതമായ ബന്ധനം തന്നെ. മനുഷ്യക്കോ മനുഷ്യ ബനാത്ത ഹെ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. അഹിംസ സത്യ और അഘൂർത മൂലക ധർമ്മ കാ മൂൾ ഉത്സ് യഹി ഹെ. അഹിംസയും സത്യവും അഘോർത മൂലക് ക്രോധമില്ലായ്മയും ധർമ്മ കാ മൂൾ ഉത്സ് യഹി ഹെ ധർമ്മത്തിൻ്റെ മൂലമായ പ്രകാശം ഇതാണ്. അജ്ഞാൻ സർവത്ര ആത്മീകോ പശ്ചാടുത്താഹെ. അജ്ഞാനിയായ ആൾക്കാർ എപ്പോഴും മനുഷ്യനെ ഉപദ്രവിക്കുന്നു. और आदमी अज्ञान के विरुद्ध लड़ने का प्रयत्न करते हैं. മനുഷ്യൻ ആ അജ്ഞാനത്തിനെതിരെ പോരാടാൻ പ്രയത്നിക്കുന്നു. इसलिए पशुदा का नाम लेने वाले नाखून को बेड करते हैं. അതുകൊണ്ടാണ് മൃഗീയതയുടെ പേരുള്ള